ഇന്ന് രാവിലെ തന്നെ എണീച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് ഭയങ്കര സൗണ്ട് പോയപ്പോൾ അത് അമ്മ ബീഫൊക്കെ ഇടും. ഞാൻ ചോദിച്ചു ഇവിടെ എന്താ സൽക്കാരം എന്തോ ഉണ്ടോന്ന്. അപ്പോഴാണ് ഉമ്മ അറിയണത് ഇന്ന് അമ്മായി ഗൾഫിൽ പോവാണ് എന്ന്. അമ്മായിക്ക് പിന്നെ നമ്മളെ ബീഫും പത്തിരിയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി എന്താക്കി ഫോൺ എടുത്തുകൊണ്ട് വന്നു. കാരണം ഒരു കണ്ടന്റ് ആണ്, കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ അവളോട് പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന്. അപ്പോൾ ഇമ്മി മേമീനോട് പ്രോത്സാഹിപ്പിച്ച് ഈ വീഡിയോ എടുത്തോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കി ഒരു വീഡിയോ എടുത്തു കൊടുത്ത്. ആ വീഡിയോ എടുക്കുന്ന സമയത്താണ് കാക്ക വരുന്നത്. കാക്ക എന്ന് തോന്നി ചോദിച്ചു എന്താ അടുക്കളയിൽ പതിവില്ലാത്തവരൊക്കെ ഉണ്ടല്ലോ എന്ന്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഓനെ മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് കഴിഞ്ഞ് ഉമ്മ കുറേ എന്തൊക്കെ പൊടികളൊക്കെ ഇടുന്നുണ്ട്. ഒക്കെ നോക്കിയപ്പോൾ അമ്മ കൈകൊണ്ട് വയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്ത് സ്പൂൺ കൊണ്ട് വെച്ചാൽ പോരെ. അപ്പം അമ്മ കൈകൊണ്ട് വെച്ചാലേ ബീഫിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന്. നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഒക്കെ കഴിഞ്ഞ് ഉമ്മ അടുപ്പത്തേക്കാട്ട് വെച്ച് ബീഫ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി കുറച്ച് റീലാണ്ടേ പറഞ്ഞു. ഞാനവിടെ പോയി. അത് കഴിഞ്ഞപ്പോൾ മേമ വിളിക്കണ ഇളക്കാനായി ബീഫ് ഇളക്കാനായോ വീഡിയോ എടുക്കില്ലേന്ന് ചോദിച്ചിട്ട് ഞാൻ ഓടി വന്നിട്ട് വീഡിയോ എടുത്തു കൊടുത്ത്. അത് കഴിഞ്ഞപ്പോൾ കാക്ക വിളിക്കണോ ഓൻ പ്ലാവുമെന്ന് ചക്ക വലിക്കണോ പറഞ്ഞിട്ടായിരുന്നു. ഓൻ ചക്ക ഒക്കെ വലിക്കണുണ്ടപ്പോൾ ഞാനവിടെ നോക്കിന്ന് കുറച്ചു നേരം. അതിന് മോൻ്റെ സന്തോഷം 2 ചക്കാട്ട് വലിച്ചപ്പോൾ ഓൻ്റെ മുഖത്തൊരു സന്തോഷം. എന്താ പൊലിവ് എന്നല്ലേ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ ചക്കക്ക് വെയിറ്റ് കൂടി പറഞ്ഞ് ചക്കൻ്റെ തൊലി കളയലായി അടുത്ത പരിപാടി. നിങ്ങൾ വിചാരിക്കും ഫുൾ തൊലി ഓനാ കളഞ്ഞ. നല്ല പകുതിക്കലായപ്പോൾ ഓൻ നിർത്തി ഓൻ പോയിക്കണ്. അത് കഴിഞ്ഞപ്പോൾ അതാ ബീഫ് ഇളക്കാനതാ ഒരാളൂടിയായിട്ട് വന്നിക്കണ നമ്മളെ കുട്ടി ഷെഫ് ബീഫ് ഇളക്കണണ്ട്. ഞങ്ങൾ വിചാരിക്കും ഫുൾ ഓളാണ് ഉണ്ടാക്കിയത്. ഓള മുഖത്ത സന്തോഷങ്ങളൊന്നും കാണില്ലേ. എന്താ പൊലിവ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബീഫൊക്കെ അത് ബീഫ് പാക്ക് ചെയ്തപ്പോൾ അതാ 15 കിലോ മൊത്തത്തിലുണ്ടോ ഇല്ലേ നമ്മൾ നോക്കാൻ വേണ്ടി എന്താക്കി ഫുൾ പെട്ടി പാക്ക് ചെയ്ത് നമ്മളവിടെ തൂക്കി വയ്ക്കി. അപ്പോൾ ഓക്കെ ബൈ.